that I am from Tamil Nadu. That too from Siniline, sometime I had been there. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ തമിഴ്നാട്ടിൽ നിന്നും കടന്നു വന്നിരിക്കുകയാണ്. Kindly forgive me that I do not know Malayalam. Forgive me that I do not know Malayalam. എനിക്ക് മലയാളം അറിയത്തില്ല, നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കണമേ. I'm really blessed to give my testimony today here. ഇന്ന് ഇവിടെ സാക്ഷി പറയുവാൻ ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. Though it is the first time coming to Chenganur, I'm really elated to be with you all today. ഇന്ന് ചെങ്ങന്നൂരിന്റെ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളോട് ഒന്ന് ചേർന്ന് ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. 20 years of Cinefield experience from 1964 to 1984. 1964 മുതൽ 1984 വരെ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. It was really a conflict every day and a bitter experience. I can let you know how it had happened like that. അത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയായി എന്ന് ഞാൻ നിങ്ങളോട് പറയാം. It's really a bitter experience rather. അത് വളരെ കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നു. I belong to traditionally a Hindu family. പാരമ്പര്യമായി ഞാനൊരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവനാണ്. In the family background there was no graduate educationally. ആ പാരമ്പര്യ പ്രകാരം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ബിരുദധാരികളായി ആരും ഉണ്ടായിരുന്നില്ല. My parents wanted to make me a graduate somehow. എങ്ങനെയെങ്കിലും എന്നെ ഒരു ബിരുദധാരിയാക്കി മാറ്റണം എന്നെൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് ആഗ്രഹിച്ചു. When I was in high school studies, I broke my left hand. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇടം കൈ ഒടിയുവാനിടയായി. A compound fracture in the forearm, both the bones were broken. എൻ്റെ ഇടത് കൈയുടെ 2 എല്ലുകളും ഒടിഞ്ഞു പോകുവാനിടയായി തീർന്നു. In those days, because it was a Hindu family, we depended upon doctors and medicine. അന്ന് കുടുംബത്തിൻ്റെ ആ രീതി അനുസരിച്ച് ആശുപത്രിയിൽ പോവുകയും ഡോക്ടർമാരെ കാണുകയും മരുന്നെടുക്കുകയും ഒക്കെ ചെയ്തു. That was my 14th year of age. അത് എനിക്ക് 14 വയസ്സുള്ളപ്പോഴായിരുന്നു. The doctor said this can easily be somehow cured, but broken is broken. Let the bones join together. We can wait for 6 months, they said. ഡോക്ടർമാർ പറഞ്ഞു ഇത് സുഖപ്പെടുത്തുവാൻ കഴിയും, എങ്കിലും ഒടിഞ്ഞത് തന്നെയാണല്ലോ, എല്ലുകൾ കൂട്ടിച്ചേർത്ത് വെക്കുവാൻ കഴിയും എന്നവർ പറഞ്ഞു. Though they have applied plaster of Paris and cradled the hand like this for 6 months. എൻ്റെ കൈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലിട്ട് 6 മാസക്കാലം കഴുത്തിൽ തൂക്കിയിട്ട് ഇട്ടുകൊണ്ടാണ് നടന്നത്. As they told and expected, after 6 months they saw the bones joined together. അവർ പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തിന് ശേഷം അവരുടെ പ്രതീക്ഷ പോലെ തന്നെ ആ എല്ലുകൾ കൂടിച്ചേർന്നു. When the plaster of Paris bandage was removed, it was a surprise for them. They saw my hand was like this only, it never came down. ആ കയ്യിലുണ്ടായിരുന്ന ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മാറ്റുകയും അവരെൻ്റെ കൈ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. കാരണം എനിക്ക് എൻ്റെ കൈ താഴ്ത്തുവാൻ കഴിയുമായിരുന്നില്ല. Both the bones joined together, where all the nerves, tissues, neck, ligaments, everything mixed up together and twisted. So I was having my hand like this only for so many years. എല്ലുകൾ കൂടി ചേർന്നിരുന്നെങ്കിൽ തന്നെയും എൻ്റെ ഞരമ്പുകളെല്ലാം കൂടി പിരിഞ്ഞു പോവുകയും അനേക വർഷക്കാലം എൻ്റെ കൈ എനിക്ക് താഴ്ത്തിയിടുവാൻ കഴിയാതെ അത് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. Even in my college days, I was having my hand like this only. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും എൻ്റെ കൈ ഇങ്ങനെ തന്നെ മടങ്ങിയിരുന്നു. That was the first year of a BA degree. In those days it was only 2 years for BA degree. അന്ന് BA ഡിഗ്രിയുടെ ആദ്യ വർഷം ഞാൻ പഠിക്കുന്നു. ആ കാലഘട്ടത്തിൽ BAക്ക് 2 വർഷം പഠിച്ചാൽ മതിയായിരുന്നു. From Kerala, Sarvothaman, a police officer, he had been transferred to Tiruchi district, and he behaved with me as my own uncle. എൻ്റെ കേരളത്തിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ തൃച്ചി ജില്ലയിലേക്ക് മാറ്റമായി വരികയും by name Sarvothaman. തൻ്റെ പേര് സർവോത്തമൻ എന്നായിരുന്നു. താൻ എൻ്റെ ഒരു സ്വന്തം അമ്മാവനെ പോലെ എന്നോട് പെരുമാറുകയും ചെയ്തു. I was also calling him often. I loved to call him my uncle, and he used to call me nephew. ഞാൻ തന്നെ അമ്മാവ എന്ന് വിളിക്കുകയും താൻ എന്നെ അനിയ എന്ന് വിളിക്കുകയും ചെയ്യുമായിരുന്നു. And one day I asked him, it was such a gesture it was to look at him to see a police officer. He should be like Sarvothaman.
ഞാൻ തന്നെ നോക്കുമ്പോൾ തന്റെ ആ രൂപഭാവം കാണുമ്പോൾ താൻ യഥാർത്ഥമായും ഒരു സർവ്വ ഉത്തമനായ ഒരു മനുഷ്യനായിരുന്നു. I wanted to become a police officer just like Sarvottaman. സർവോത്തമനെ പോലെ തന്നെ എനിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി തീരണം എന്നായിരുന്നു ആഗ്രഹം. One day I asked my uncle, can I become a police officer? ഞാൻ തന്നോട് ഒരു ദിവസം ചോദിച്ചു, എനിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മാറുവാൻ കഴിയുമോ? He was looking at my hand. താൻ എന്റെ കരത്തിലേക്ക് നോക്കി. Somehow he wanted me to get through and be a degree. ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ബിരുദം പാസ്സാകണം എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. So he never discouraged me. താൻ എന്നെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയില്ല. With the tears in his eyes, he said, you can, he said. തന്റെ കണ്ണീരോടുകൂടി താൻ എന്നോട് പറഞ്ഞു, തീർച്ചയായും നിനക്ക് കഴിയും. And I asked my father, he has all said the same thing. ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചപ്പോഴും താൻ ഇതേ കാര്യം തന്നെ പറഞ്ഞു. So with this I participated in sports and games. I had many certificates on hand. ഈ കരം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പല സ്പോർട്സിലൊക്കെയും ഇടപെടുകയും എനിക്ക് അനേക സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുവാനും ഇടയായി തീർന്നു. Then later I came to know I would not be selected as a police officer, even if I get through in my theory examination in theory. ഞാൻ തിയറി പരീക്ഷകൾ, എഴുത്തു പരീക്ഷകളൊക്കെയും പാസ്സായെന്നാൽ തന്നെയും എനിക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനായി തീരുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി തീർന്നു. It was a very big shock. I broke that day. ആ ദിവസം യഥാർത്ഥമായും ഞാൻ തകർന്നുപോയി. I tried this job and that job, many jobs in Chennai and in Karnataka. ചെന്നൈയിലും കർണാടകയിലും ഞാൻ പല ജോലികൾ മാറി ചെയ്തു നോക്കി. Then finally I got my job there in governor's household in Chennai. By then Bishnu Ahmed was the governor. അവിടെ തമിഴ്നാട്ടിൽ ഗവർണറുടെ ഭവനത്തിൽ തന്നെ ശുശ്രൂഷിക്കുന്നവരോട് കൂടെ എനിക്കൊരു ജോലി ലഭിക്കുവാനിടയായി തീർന്നു. 100 rupees paid by then, 61-62. 61-62 എനിക്ക് 100 രൂപയായിരുന്നു എന്റെ ശമ്പളം. For 15 days I can somehow manage at those days with 100 rupees. For 15 days I can manage with 100 rupees. For 15 days I can manage with 100 rupees. 15 ദിവസം മാത്രമേ ഈ 100 രൂപ കൊണ്ട് എനിക്ക് ചെലവ് കഴിയുമായിരുന്നുള്ളൂ. The rest of the days I will have to starve. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ പട്ടിണി കിടക്കുമായിരുന്നു. By then my hand was like this, gradually came down. ആ സമയം കൊണ്ട് എന്റെ കരം കുറേശ്ശെയായി നൂർന്നു വരുന്നുണ്ടായിരുന്നു. So they wanted to find a job to get 200 rupees at least outside. എനിക്ക് ഒരു മാസം കുറഞ്ഞത് 200 രൂപ ലഭിക്കുന്ന ഒരു ജോലി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചതിനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. Some friends of my father had been there in cinema in Chennai. എന്റെ പിതാവിന്റെ ചില സുഹൃത്തുക്കൾ ചെന്നൈയിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. I never wanted to become a cinemaman, but I want to get some job through those friends of my father. എനിക്കൊരിക്കലും ഒരു സിനിമാ താരമാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവർ മുഖാന്തരം എങ്ങനെയെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. It was his practice to go to different types of producers every day. He took me there also. ഒരു ദിവസം ഞാൻ തന്റെ അടുക്കൽ പോവുകയും താൻ എന്നെ അവരുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. Somehow the city people liked me. എങ്ങനെയോ ആ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. They said 250 rupees per month will pay you. ഞങ്ങൾ മാസം 250 രൂപ നിനക്ക് ശമ്പളം തരാം എന്നവർ പറഞ്ഞു. It was more than my expectation. അത് എന്റെ ആഗ്രഹത്തിലും അധികമായിരുന്നു. Then they continued. For the first picture they will pay 5,000 rupees. അവിടെ തുടർന്നപ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് എനിക്ക് 5,000 രൂപ പ്രതിഫലം ലഭിക്കുവാനിടയായി. For 3 pictures I will have to sign with them. ഞാൻ അവരുമായി 3 സിനിമയ്ക്ക് ഒപ്പുവെച്ചു. Second picture 7,500 and third picture 10,000 rupees. Second picture 7,500. രണ്ടാമത്തെ സിനിമയ്ക്ക് എനിക്ക് 7,500 രൂപ പ്രതിഫലം ലഭിച്ചു. Third picture just for 10,000 rupees. മൂന്നാമത്തെ സിനിമയ്ക്ക് 10,000 രൂപ പ്രതിഫലം ലഭിച്ചു. Actually I was shown. This thing I didn't expect it at all. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. Immediately I thought this is the place I should be. എനിക്ക് തോന്നി ഇതാണ് ഞാൻ ആയിരിക്കേണ്ട സ്ഥലമെന്ന്. Inside there is policeman, he never died. എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പോലീസുകാരൻ താൻ ഒരിക്കലും മരിച്ചില്ല. Then 16 years in cinema somehow I pulled on. 16 വർഷക്കാലം എന്റെ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. That was as an actor. അതൊരു സിനിമാ താരമായിട്ടായിരുന്നു. How I picked up acting talents I do not know. Somehow it came to me. Acting talents.
I was able to act for 15 years. ഞാൻ 16 വർഷക്കാലം തുടർച്ചയായി അഭിനയിക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചു. But every day there is a conflict between a policeman inside and outside cine actor. ഓരോ ദിവസവും എൻ്റെ ഉള്ളിലുള്ള പോലീസുകാരനും പുറമേയുള്ള ആ സിനിമാ നടനും തമ്മിൽ ഒരു സംഘർഷം, ഒരു പോരാട്ടമുണ്ടായിരുന്നു. I was not at all fitting enough to cinema. ഞാൻ സിനിമയിലേക്ക് അല്ലെ സിനിമ താരമായി തുടരുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. I wanted to come out of cinema. ഞാൻ സിനിമ വിട്ട് വെളിയിൽ വരണമെന്ന് ആഗ്രഹിച്ചു. They didn't allow me to go out. അവർ എന്നെ പോകുവാനും അനുവദിച്ചതില്ല. When they kept quiet, അവർ മൗനമായിരുന്നപ്പോൾ somehow I wanted to stick on. എങ്ങനെയോ ഞാനും തുടർന്നു പോയി. So this is how all the 16 years had flown off. അങ്ങനെയാണ് ഈ 16 വർഷക്കാലം കടന്നുപോയത്. Then I had to take a decision. I should not act with other pictures. അതിനുശേഷം എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇനി ഞാൻ സിനിമയിൽ അഭിനയിക്കുകയില്ല. I was to do my own production. ഞാൻ സ്വന്തമായി സിനിമ നിർമ്മിക്കണം എന്ന് തീരുമാനിച്ചു. So another 4 years I started producing movies by myself. അതിനുശേഷമുള്ള 4 വർഷക്കാലം ഞാൻ സ്വന്തമായി സിനിമകൾ നിർമ്മിക്കുവാൻ ആരംഭിച്ചു. I learned somehow to act in films. ഞാൻ സിനിമയിൽ അഭിനയിക്കുവാൻ പഠിച്ചിരുന്നു. But I didn't learn how to do business. പക്ഷെ ഒരു ബിസിനസ് വ്യാപാരം എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. But in their language, good movies, that is commercial movies, I was able to produce. അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ അതൊരു നല്ല വ്യാപാരപരമായി നല്ല സിനിമകളായിരുന്നു. But it was totally a flop for me. I was a loser. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതെല്ലാം വലിയ നഷ്ടമായി തീരുകയും ഞാനൊരു നഷ്ടത്തിലൂടെ പോകുന്ന വ്യക്തിയായി തീരുവാനിടയായി തീരുകയും ചെയ്തു. In those days from North India, some friends will come to Cinefield. From North India, some friends will come to lend for cinema. ആ സമയത്ത് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ചിലർ സിനിമയിൽ അവർ സിനിമ നിർമ്മിക്കുവാൻ പണം കടം കൊടുക്കുന്നവരുണ്ടായിരുന്നു. I was no excuse. I must go to them and get money from them, a large amount to produce movies. ഞാൻ അവരുടെ അടുക്കൽ പോയി പണം കടം വാങ്ങി, വലിയ തുകകൾ കടം വാങ്ങി സിനിമ നിർമ്മിച്ചു. And I should give my properties as security for them. എൻ്റെ വസ്തുവകകളെല്ലാം അവർക്ക് ഈട് നൽകേണ്ടി വന്നു. Everything I gave to them. എനിക്കുള്ളതെല്ലാം അവർക്കായി നൽകി. With all fullest hope that I can get back one day. ഞാൻ ചിന്തിച്ചു എല്ലാം അത് തിരികെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചു. But continuously for 4 years I was a big loss. എന്നാൽ 4 വർഷക്കാലം തുടർച്ചയായി നഷ്ടത്തിലാണ് ഞാൻ കടന്നുപോയത്. About 15 lakhs of rupees in 1983-84. 1983-84 15 ലക്ഷത്തോളം രൂപ എനിക്ക് കടമുണ്ടായിരുന്നു. It was just like a deluge going above our head in those days. 15 lakhs is a very big amount. അന്ന് ആ 15 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുക തന്നെയായിരുന്നു. I couldn't pay that amount offhand. എനിക്ക് അത്രയ്ക്ക് പണം ഉണ്ടാക്കുവാനുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. I never wanted to act in other movies. എനിക്കിനി സിനിമയിൽ തുടർന്ന് അഭിനയിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. I couldn't produce further any movies. എനിക്ക് സിനിമ നിർമ്മിക്കുവാനും കഴിയുന്നില്ല. All the properties are with them. എന്റെ എല്ലാ വസ്തുവകളും നഷ്ടപ്പെട്ടു. So I was depressed totally. ഞാൻ ആ നാളുകൾ വളരെ ഒരു അരിഷ്ടാവസ്ഥയിലൂടെ കടന്നുപോയി. There is no source of any other income. എനിക്ക് മറ്റു വരുമാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. Apart from that, cinema pride was there in my head. Pride. എന്റെ തലയിൽ ആ സിനിമയുടെ നിഗളം കടന്നുകൂടിയിരുന്നു. That is why I never wanted to go and work outside. അതുകൊണ്ട് പുറത്തുപോയി ജോലി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. That to my 50th year by then. അത് എന്റെ 15 വർഷക്കാലം കഴിഞ്ഞു പോയി. 50th year, 50 years. എനിക്ക് അന്ന് 50 വയസ്സ് പ്രായമുണ്ടായിരുന്നു. Nobody will accept me for any office work below them. അന്ന് ആരും എന്നെ ഓഫീസ് ജോലികൾക്കൊന്നും അതുകൊണ്ട് സ്വീകരിക്കുമായിരുന്നില്ല. So my lenders started threatening me. എന്റെ കടക്കാരെന്നെ വന്ന് എന്നോട് വന്ന് പണം ആവശ്യപ്പെടുവാൻ തുടങ്ങി. They say they will engage hooligans to beat me. അവര് എന്നെ മർദ്ദിക്കും, ഉപദ്രവിക്കും എന്നൊക്കെ അവർ പറഞ്ഞു. They wanted me to go to police. അവർ പോലീസിൽ പോകും എന്നൊക്കെ പറഞ്ഞു. They wanted to put me in jail. അവരെന്നെ ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞു. So I was such a coward on that day. ഞാൻ ആ നാളുകളിൽ വളരെ ഒരു തകർന്ന അവസ്ഥയിലായി തീർന്നു. I simply kept myself inside a dark room. ഞാൻ ആ ഒരു ഇരുട്ടുമുറി പോലെയുള്ള ഒരു മുറിയിൽ കടന്നു ഇരിക്കുമായിരുന്നു. Even the family members, I want all of them to come inside that room.
family members, I won't allow them to come to എന്റെ my കുടുംബാംഗങ്ങൾക്ക് പോലും ആ മുറിക്കുള്ളിൽ കടന്നു വരുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. all the days and nights I will be only in the darkest room. ആ ദിവസങ്ങളിൽ ഞാൻ ആ ഇരുട്ട് നിറഞ്ഞ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു. I even to touch the telephone, I won't touch it because that was a fear that was occupying me. ഞാൻ ആ മുറിയിലുള്ള ഒരു ടെലിഫോണെ തൊടുവാൻ പോലും ആ നാളുകളിൽ ഭയപ്പെട്ടിരുന്നു. When everybody taps at the door, I will go and open the door. അവർ വന്ന് കതകൾ തട്ടുമ്പോൾ ഞാൻ പോയി തുറക്കും. Then I was trying to commit suicide in my room. There was one fan, an old fan with a little sound when it was on. എന്റെ മുറിയിൽ ഒരു വളരെ പഴയ ഫാൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിച്ചു. Many times I tried. പല പ്രാവശ്യം ഞാൻ അതിനായി പരിശ്രമിച്ചു. So many things came in between. എന്നാൽ പല കാര്യങ്ങൾ അതിനിടയിൽ വന്നു ചേർന്നു. I couldn't do. അതുകൊണ്ട് എനിക്കത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. Finally I took a decision to commit suicide at the same fan. അവസാനം ഇതേ ഫാനിൽ തന്നെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യണം എന്ന് ഞാൻ തീരുമാനമെടുത്തു. 1984 January 19th night. 1984 ജനുവരി 19 രാത്രി. That day somehow I wanted to know the guards and goddesses where all I had gone in so many states to ask them whether they can help me. അന്ന് രാത്രി ഞാൻ വിവിധ സ്ഥലങ്ങളിലായി കടന്നുപോയിട്ട് ഉണ്ടായിരുന്ന എല്ലാ ദേവന്മാരെയും ദേവതകളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. Every god's name, every goddess name I started calling. എനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളുടെയും പേര് വിളിച്ച് പ്രാർത്ഥിച്ചു. I am suppressed now, my God, my goddess. എന്റെ ദൈവമേ, ഞാനിപ്പോൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. Can you help me? എന്നെ സഹായിക്കുവാൻ കഴിയുമോ? Say I am the worst sinner, so let me commit suicide. ഞാൻ കഴിയുകയില്ലെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ്. You please tell me I am a sinner, so you should die. നീ ഒരു പാപിയാണ്, നീ മരിക്കണം എന്ന് പറയുക എന്ന് ഞാൻ പറഞ്ഞു. Otherwise 50 lakhs, it is nothing for us. We can pay, will save you. ഞങ്ങൾക്ക് 15 ലക്ഷം എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, അത് തരാം എന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. That day I was very thin like this. ഞാൻ അന്ന് വളരെ മെലിഞ്ഞ ഉണങ്ങിയ ഒരു ശരീരമുള്ള വ്യക്തിയായിരുന്നു. Because normally I don't take food, I don't take anything what they give to drink in the house. ഞാൻ അന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് താല്പര്യമില്ലായിരുന്നു, കുടിക്കുന്നത് പോലും താല്പര്യമില്ലായിരുന്നു. Always my tears are my food and my drinks. എന്റെ ഭക്ഷണപാനീയങ്ങൾ എന്റെ കണ്ണുനീർ തന്നെയായിരുന്നു. No answer I heard from any god, any goddess. ഞാൻ വിളിച്ചപേക്ഷിച്ച ദൈവങ്ങളിൽ നിന്നൊന്നും ഒരു മറുപടിയും എനിക്ക് ലഭിച്ചില്ല. Then I started shouting that there is no god, no goddess. ഞാൻ അപ്പോൾ നിലവിളിക്കുവാൻ തുടങ്ങി, ദൈവങ്ങൾ അല്ലെ ദേവന്മാരും ദേവതകളും ഒന്നും ഇല്ലല്ലോ എന്ന്. The words came out just like from an atheist. ഞാൻ ആ സമയത്ത് ഒരു നിരീശ്വരവാദിയെ പോലെ ആയിത്തീർന്നു. Now I had my heart attack. By then I had my heart attack. ആ സമയത്ത് എന്റെ ഹൃദയം സ്തംഭിച്ചു പോകുന്നത് പോലെ ആയിരുന്നു. So before committing suicide in the fan, I may die because of heart attack. ഞാൻ ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായി ഒരുപക്ഷെ ഹൃദയസ്തംഭനം കൊണ്ട് മരിച്ചു പോയേക്കാം. Because of the pain in the heart, I couldn't raise my voice. എന്റെ ഹൃദയത്തിലെ വേദന മൂലം എനിക്ക് എന്റെ ശബ്ദം ഉയർത്തുവാൻ കഴിഞ്ഞില്ല. There was total silence. അത് വളരെ നിശബ്ദമായ ഒരു അവസ്ഥയായിരുന്നു. In the darkness entirely, there is no word at all, no voice at all. അന്ധകാരം നിറഞ്ഞ മുറിയിൽ ഒരു ശബ്ദവുമില്ലാതെ പരിപൂർണ നിശബ്ദതയായിരുന്നു. I heard in that darkness, in that calmness, a sweet at the same time authoritative voice. ആ ഇരുട്ട് നിറഞ്ഞ നിശബ്ദമായ ആ മുറിയിൽ ഞാൻ അപ്പോൾ ഒരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. My son, എന്റെ മകനെ, do you want to commit suicide? നീ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നുവോ? Only once you call me dad. നീ ഒരിക്കൽ എന്നെ പിതാവേ എന്ന് വിളിക്കുക. Tomorrow you are not a debtor. നാളെ നീ ഒരു കടക്കാരനായിരിക്കുകയില്ല. You will be my bond servant. You will be my servant. നീ എന്റെ ഒരു ശുശ്രൂഷകനായി തീരും. You won't be from tomorrow a sinny person. You won't be a sinny man. നാളെ മുതൽ നീ ഒരു സിനിമാ താരവും ആയിരിക്കുകയില്ല. Immediately got on my legs. I shouted, this God, that God, have you come, like that. ഞാൻ ആ സമയത്ത് എനിക്കറിയാവുന്ന ഓരോ ദൈവങ്ങളും ആ ദൈവമാണെന്നോർത്ത് ആ ദൈവങ്ങളുടെ പേര് വിളിക്കുവാൻ തുടങ്ങി. Again there was silence. അപ്പോൾ വീണ്ടും നിശബ്ദത. I thought it is just my imagination, that's all. ഞാൻ ചിന്തിച്ചു അതെന്റെ ഒരു തോന്നൽ മാത്രമായിരുന്നിരിക്കാമെന്ന്. So gradually I was getting myself up and try to
do what I wanted to do, to hang myself. അതുകൊണ്ട് ഞാൻ പതുക്കെ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങുവാനുള്ള ആ കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കുവാൻ തുടങ്ങി. Again the same voice I heard. ഞാൻ വീണ്ടും അതേ ശബ്ദം കേൾക്കുവാനിടയായി. Same authoritative voice, same loving voice. ഞാൻ കേട്ട സ്നേഹാർദ്രമായ അതേ ശബ്ദം. My son, എന്റെ മകനെ, do you know Martin Maduram? നീ മാർട്ടിൻ മധുരം എന്ന വ്യക്തിയെ അറിയുമോ? Once I heard that name, I was about to cry, oh my Lord Jesus. ആ ശബ്ദം കേട്ട ഉടനെ എന്റെ കർത്താവായ യേശുവേ എന്ന് ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. But my tongue got stuck up into my palate. എന്നാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി. I couldn't release it. അത് വിടുവിച്ചെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. It was the time for him. It was the time for him. അത് അവനുള്ള സമയമായിരുന്നു. He started asking me, call me once, Father. താൻ എന്നോട് ചോദിച്ചു, നീ എന്നെ ഒരിക്കലെങ്കിലും പിതാവേ എന്നൊന്ന് വിളിക്കുക. So many things to call Father, so many things to call Mother. നീ അനേക കാര്യങ്ങളെ പിതാവേ എന്നും അനേക കാര്യങ്ങളെ മാതാവേ എന്നും വിളിക്കുന്നുണ്ടല്ലോ. Once you call me Father. എന്നെ ഒരിക്കൽ നീ പിതാവേ എന്നൊന്ന് വിളിക്കുക. Tomorrow you will be on my bosom. I take it to my heart. ഞാൻ നാളെ നിന്നെ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. Who that Martin Maduram was? ആ മാർട്ടിൻ മധുരം എന്നുള്ള വ്യക്തി ആരായിരുന്നു? I was studying in CSM High School, 8th, 9th and 10th standards. CSM ഹൈസ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ പഠിക്കുമ്പോൾ there was one headmaster called Martin Maduram. അവിടെ ഉണ്ടായിരുന്ന ഹെഡ് മാസ്റ്ററുടെ പേരായിരുന്നു മാർട്ടിൻ മധുരം. Before regular classes or half an hour, he will assemble all the boys just like me together and he will teach Bible and Jesus. താൻ പഠിപ്പിക്കുന്നതിന് മുമ്പായി അരമണിക്കൂറോളം വേദപുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ താൻ പങ്കുവച്ചിരുന്നു. So all those 3 years I learned from him Jesus, I learned from him Bible. ആ 3 വർഷക്കാലം ഞാൻ തന്നിൽ നിന്നും വേദപുസ്തകത്തിലെ പല കാര്യങ്ങൾ മനസ്സിലാക്കി. But in the college days there was no Martin Maduram. കോളേജ് ദിവസങ്ങളിൽ മാർട്ടിൻ മധുരം എന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല. I was wondering in search of jobs there was no Martin Maduram. ഞാൻ പല ജോലികൾ തേടി അലഞ്ഞപ്പോഴും മാർട്ടിൻ മധുരം ഉണ്ടായിരുന്നില്ല. In the governor's household there was no Martin Maduram. Governor's household. In the governor's house. ആ ഗവർണറുടെ ഭവനത്തിലും മാർട്ടിൻ മധുരം ഉണ്ടായിരുന്നില്ല. In cinema all the 20 years there was no Martin Maduram. 20 വർഷക്കാലം സിനിമയിലും മാർട്ടിൻ മധുരം ഉണ്ടായിരുന്നില്ല. There was only one Martin Maduram I know. എനിക്ക് ഒരേ ഒരു മാർട്ടിൻ മധുരത്തിനെ മാത്രമേ അറിയുകയുള്ളായിരുന്നു. My Lord makes me remember that name that day. എന്റെ ദൈവം ആ പേര് അന്ന് എന്നെ ഓർമ്മയിൽ വരുത്തി. I shouted. ഞാൻ നിലവിളിച്ചു, oh my Father, my Jesus, my Jesus, my Jesus. എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ എന്ന് ഞാൻ നിലവിളിച്ചു. I didn't hear the voice again. ഞാൻ വീണ്ടും ആ ശബ്ദമൊന്നും കേട്ടില്ല. But I felt I'm emboldened. ആ സമയത്ത് എനിക്ക് വളരെ ധൈര്യം തോന്നി. He went off. താൻ എന്നെ വിട്ടുപോയി. I do not know what happened later. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. When I got up next day morning, I was such a bold enough to say anything. അടുത്ത ദിവസം രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഞാൻ വളരെ ധൈര്യമുള്ളവനായി, എന്ത് ചെയ്യുവാൻ ധൈര്യമുള്ളവനായി കാണപ്പെട്ടു. Those who lent money, they all came the morning. എനിക്ക് പണം കടം തന്നവർ അന്ന് രാവിലെ എന്റെ അടുക്കൽ വന്നു. I didn't see their face hard as usual. സാധാരണ ഉള്ളതുപോലെ അവരുടെ മുഖം അന്ന് കഠിനപ്പെട്ടിരുന്നില്ല. They were friendly. അവർ വളരെ സൗഹൃദ ഭാവത്തിലായിരുന്നു. They wanted me to go live with them to a big studios in Kodambakam. കോടമ്പാക്കത്തുള്ള സ്റ്റുഡിയോകളിലേക്ക് അവരോട് കൂടെ ഞാൻ ചെല്ലണമെന്ന് അവർ ആഗ്രഹിച്ചു. They took me in their own car because I was not owning a car. അവരുടെ ഒരു കാറിൽ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. In that early morning, there were producers and distributors to buy and sell the films assembled in a room there in the studio. ആ സ്റ്റുഡിയോയിൽ ഒരു മുറിയിൽ സിനിമാ സംവിധായകന്മാരും നിർമ്മാതാക്കളും സിനിമ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെയായി ഒരു മുറിയിൽ കൂടിയിരുന്നു. So these lenders took me there and made me stand before them. ആ കടക്കാർ എന്നെ കൂട്ടിക്കൊണ്ട് അവരുടെ മുമ്പാകെ കൊണ്ടുപോയി നിർത്തി. They clapped their hands. അവരുടെ കരങ്ങൾ അടിച്ചു. You producers and you distributors know him very well. നിങ്ങൾ നിർമ്മാതാക്കൾക്കും സംവിധായകന്മാർക്കും ഈ മനുഷ്യനെ നന്നായി അറിയാമല്ലോ. He had taken
a big amount from us to produce movies, you know very well. ഞങ്ങളിൽ നിന്ന് പണം വാങ്ങി, വളരെയധികം പണം വാങ്ങി താൻ സിനിമ നിർമ്മിച്ചു എന്ന് നിങ്ങൾക്കറിയാം. He said to pay 15 lakhs of rupees, repayment rather. താൻ ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ തിരികെ തരുവാനുണ്ട് എന്നും അറിയാം. Day before yesterday, we threatened him. We 2 നാൾ മുമ്പ് ഞങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തി. Up to yesterday, he was unable to pay anything. ഇന്നലെ വരെയും തനിക്കൊന്നും തന്നു തീർക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. Yesterday late in night, we had a tapping in our doors. എന്നാൽ ഇന്നലെ രാത്രി ആരോ ഞങ്ങളുടെ കതകിൽ തട്ടി. About 4 or 5 lenders. 4 or 5 കടക്കാരുണ്ടായിരുന്നവർ. All those doors are tapped. അവരുടെ എല്ലാവരുടെയും വാതിലുകളിൽ ആരോ തട്ടി. Everybody got up in the odd hour. ആ രാത്രിയിൽ അവരെല്ലാവരും ഉണർന്നു. They opened the doors that they found none there. അവർ കതക് തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. So they went back to bed again. അവർ വീണ്ടും കിടക്കയിലേക്ക് മടങ്ങി. But they were not allowed to sleep. അവരെ കിടന്നുറങ്ങുവാൻ അന്ന് അനുവദിച്ചില്ല. They were ordered to go through my accounts again. അവര് എന്റെ കണക്കുകൾ വീണ്ടും പരിശോധിക്കുവാൻ അവർ നിർബന്ധിതരായി. So according to that order, they obeyed and started looking to my accounts again. അതനുസരിച്ച് അവർ വീണ്ടും എന്റെ കണക്കുകളെല്ലാം പരിശോധിക്കുവാൻ തുടങ്ങി. These things they are telling me about the producers and distributors. ഈ കാര്യങ്ങളെല്ലാം അവർ ആ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും മുമ്പാകെ നിന്ന് പറയുകയാണ്. I had gone through the account, I has paid everything in the form of interest itself. അവർ ആ കണക്ക് നോക്കിയപ്പോൾ ഞാൻ പലിശയായി തന്നെ എല്ലാം അവർക്ക് തിരികെ കൊടുത്തിരിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലായി. Still there is a balance of about 4.5 to 5 lakhs balance. എന്നാലും അതിനുശേഷവും 4.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ അല്പം തുക ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. You listen to me. One of them is telling them, you listen to me, he need not pay anything hereafter. അവരിൽ ഒരാൾ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇദ്ദേഹം ഇനി ഒന്നും തിരികെ തരേണ്ട, തിരികെ പണമൊന്നും അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു. Accept him as our brother. ഇദ്ദേഹത്തെ ഞങ്ങളുടെ സ്വന്തം സഹോദരനായി ഞങ്ങൾ സ്വീകരിക്കുന്നു. He is no more a debtor. താൻ ഇനി മുതൽ ഒരു കടക്കാരനല്ല. We are brothers and friends to him. ഞങ്ങൾ തനിക്ക് സുഹൃത്തുക്കളും സഹോദരന്മാരുമാണ്. They opened their briefcases. അവരവരുടെ പെട്ടികൾ, ബ്രീഫ് കേസുകളൊക്കെ തുറന്നു. I gave many documents to them signed by me. ഞാൻ അവർക്ക് ഒപ്പിട്ട് കൊടുത്ത അനേക രേഖകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. All the documents they picked out and they torn everything to pieces. അവർ ആ രേഖകളെല്ലാം പുറത്തെടുത്ത് ചെറിയ കഷണങ്ങളായി കീറിക്കളഞ്ഞു. It is really a surprise of those producers and distributors. ആ സിനിമാ സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾക്കും അതെല്ലാം ഒരു അത്ഭുതമായി തീർന്നു. Such a reconciliation they would not have come across in their previous days. അതിനു മുമ്പ് വരെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നിരപ്പ് പ്രാപിക്കൽ അവിടെ നടന്നു. They said, come on brother, let us go. അവർ പറഞ്ഞു, വരിക, നമുക്ക് തിരികെ പോകാം. They left me in my house. അവരെന്നെ എന്റെ ഭവനത്തിൽ കൊണ്ടുവന്നു വിട്ടു. In their own car. അവരുടെ തന്നെ കാറിൽ കൊണ്ടുവന്നു വിട്ടു. Wholeheartedly. പൂർണ്ണ ഹൃദയത്തോടെ. After that period, about few years, when I was serving God, they came to me. ഞാൻ ദൈവത്തെ സ്വീകരിച്ചതിന് ശേഷം അവർ എന്റെ അടുക്കൽ വന്നു. They will come there to get prayed for. അതിനുശേഷം അവർ പലപ്പോഴും എന്റെ അടുക്കൽ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്റെ അടുക്കൽ വരാറുണ്ട്. They were my good friends from then on. അതിനുശേഷം അവരെല്ലാവരും എനിക്ക് നല്ല സുഹൃത്തുക്കളാണ്. My sister who had done that, my brother who had done that, on a whole night he was waking up. ഒരു രാത്രി he was waking up. ഒരു രാത്രികാലം മുഴുവൻ അവർ എഴുന്നേൽപ്പിച്ചിരിക്കുകയായിരുന്നു. Everybody's door he went and tapped the door and make them wake up. എല്ലാവരുടെയും വാതിൽക്കൽ താൻ കടന്നുപോയി അവരുടെ വാതിൽക്കൽ മുട്ടി അവരെല്ലാം എഴുന്നേൽപ്പിച്ചു. Now I am not a debtor to anybody. അതിനുശേഷം ഞാൻ അവർക്ക് കടക്കാരനായിരുന്നില്ല. I am debtor only to my Lord Jesus. ഞാൻ എന്റെ യേശുവിന് മാത്രം കടക്കാരനായിരിക്കുന്നു. Afterwards, അതിനുശേഷം I wanted to serve him. ഞാൻ തന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. എനിക്ക് തന്റെ ശുശ്രൂഷകനാകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് തന്റെ ശുശ്രൂഷകനാകണമായിരുന്നു. എന്നാൽ എവിടെ പോകണം, എങ്ങനെ പോകണം, fellowship I should join myself to. ഏത് കൂട്ടായ്മയിൽ ഞാൻ പോയി ചേരണം,
Then among our sisters, you might have come across one good name, Sister Lawrence. എന്നാൽ സിസ്റ്റർ ലോറൻസ് എന്നു പേരുള്ള ഒരു സഹോദരി താൻ കടന്നു വരികയുണ്ടായി. From Adayar, she came to my house. അടയാറിൽ നിന്നും താൻ എന്റെ ഭവനത്തിൽ കടന്നു വന്നു. By their own Bible, some friend gave me subsidized version, 15 rupees worth. അന്ന് 15 രൂപ വിലയുള്ള ഒരു വേദപുസ്തകം അവർ എനിക്ക് തന്നു. I was going through the Bible night and day. Night and day I was going through the Bible. രാത്രിയും പകലും ഞാൻ ആ വേദപുസ്തകം വായിച്ചു കൊണ്ടിരുന്നു. A sister told me, would you like to meet Pastor Ernest? ആ സഹോദരി എന്നോട് ചോദിച്ചു, നിങ്ങൾ പാസ്റ്റർ ഏണസ്റ്റിനെ പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ? I don't know CPM. എനിക്ക് CPM എന്നറിയില്ല. I don't know Pastor Ernest. എനിക്ക് പാസ്റ്റർ ഏണസ്റ്റിനെ അറിയില്ല. I don't know where Adayar Faithom is. അടയാർ വിശ്വാസ വീട് എവിടെയാണെന്നും എനിക്കറിയില്ല. Why this is calling me to go and meet Pastor Ernest? ഈ സഹോദരി പാസ്റ്റർ ഏണസ്റ്റിനെ പരിചയപ്പെടുവാൻ എന്നെ വിളിക്കുന്നു. Such questions never came to my mind at all. അങ്ങനെയുള്ളവർ ഒരിക്കലും എന്റെ മനസ്സിൽ എന്റെ അടുക്കൽ വന്നിട്ടേയില്ല. Somehow I wanted to meet Pastor Ernest. എങ്ങനെയെങ്കിലും പാസ്റ്റർ ഏണസ്റ്റിനെ കാണണം എന്നൊരു ആഗ്രഹമുണ്ടായി. Even then cine pride was there in me. ആ സമയത്തും ആ സിനിമയുടെ നിഗളം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. I told the sister, I don't have a car. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് കടന്നു വരുവാൻ ഒരു കാർ ഇല്ലല്ലോ. I will go and tell my pastor and send his car to you. You will come there. താൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞ് പാസ്റ്ററുടെ കാർ നിങ്ങൾക്കായി അയക്കാമെന്ന്. My pastor Ernest sent his car. പാസ്റ്റർ ഏണസ്റ്റ് തന്റെ കാർ അയച്ചു. But then I lost my mother and father. ആ സമയത്ത് എന്റെ മാതാവിനും പിതാവും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. The very first presence, when I looked at him, I saw my mother and father in him. ഞാൻ തന്നെ കണ്ട അതേ നിമിഷത്തിൽ തന്നെ എന്റെ മാതാവിനെയും പിതാവിനെയും ഞാൻ തന്നിൽ കണ്ടു. He simply had taken me to his heart and he had grown me. താൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി താനാണ് എന്നെ വളർത്തിയെടുത്തത്. He was my spiritual father. താനാണ് എന്റെ ആത്മീയ പിതാവ്. And everything to me. And everything to me. താനാണ് എനിക്ക് എല്ലാത്തിനും എല്ലാം. I am very happy and very proud to say I am his disciple. ഞാൻ തന്റെ ശിഷ്യനാണ് എന്ന് പറയുവാൻ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. After his period, every pastor from those days up to now, they are looking me after just like him. തനിക്ക് ശേഷമുണ്ടായിരുന്ന എല്ലാ പാസ്റ്റർമാരും തന്നെ പോലെ തന്നെ എനിക്കായി കരുതുന്നു. They have given me some duty. അവർ എനിക്ക് ഒരു ഉത്തരവാദിത്വം തന്നിരിക്കുന്നു. A consecrated life and a pure life that should be with me always. ഒരു പ്രതിഷ്ഠാ ജീവിതവും ഒരു വിശുദ്ധ ജീവിതവും എപ്പോഴും നിന്നിൽ ഉണ്ടായിരിക്കണം. This was an order for a cine man from Pastor Ernest. ഒരു സിനിമാ താരത്തിന് പാസ്റ്റർ ഏണസ്റ്റിൽ നിന്നും ലഭിച്ച ഒരു ഉത്തരവായിരുന്നു, ഒരു കൽപ്പനയായിരുന്നു അത്. If I do not accept, I was unfit to be a Christian. അത് ഞാൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ യോഗ്യതയില്ല. From 87 up to this day, 1987 മുതൽ ഇന്ന് വരെയും that consecration by the grace of God, I'm keeping it up. ദൈവത്തിന്റെ കൃപയാൽ ആ പ്രതിഷ്ഠ ഞാൻ സൂക്ഷിക്കുന്നു. One by one, everything I have consecrated to him. ഒന്നിനു പുറകെ ഒന്നായി ഞാൻ എല്ലാം തനിക്കായി പ്രതിഷ്ഠിച്ചു. Nothing. എനിക്കൊന്നുമില്ല, but in Lord everything. എന്നാൽ ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ഉണ്ട്. My pastor is there looking at me. എന്റെ പാസ്റ്റർ താനിപ്പോൾ എന്നെ അവിടെ നിന്ന് നോക്കുന്നു. I never want him to cry. താൻ ഒരിക്കലും കരയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. He may not bless me from there. He may not bless me from there. തനിക്ക് അവിടെ നിന്നും എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുകയില്ലായിരിക്കാം. I can try my level best to keep him happy. എനിക്ക് തന്നെ സന്തോഷവാനായി താൻ കാണപ്പെടുവാൻ ഞാൻ ഉത്തരവാദിത്വമുള്ളവനാണ്. Throughout the world he is taking me. The Lord is taking me throughout the world to preach him. ദൈവം തന്നെ കുറിച്ച് പറയുവാൻ ഈ ലോകം മുഴുവനും എന്നെ കൊണ്ടുപോകുന്നു. Not only in Tamil Nadu, not only in Kerala, also to Kerala too many times I had come. Too many times I had come here. കേരളത്തിൽ തന്നെയും പല പ്രാവശ്യം ഞാൻ കടന്നു വന്നിട്ടുണ്ട്. To Trivandrum, Kollam, so many places I had come to share the word of God. തിരുവനന്തപുരത്തും കൊല്ലത്തും എല്ലാം ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. After having come down here, so many pastors asked me that I should go to their own churches also. I said, okay, I will definitely come. ഞാൻ ഇവിടെ കടന്നു വന്നു. അനേക പാസ്റ്റർമാരും അവരുടെ സഭയിൽ കടന്നു വരണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. Now I am 73 years old. ഇപ്പോൾ എനിക്ക് 73 വയസ്സുണ്ട്. After 4 days I will be 74. 4 ദിവസത്തിന് ശേഷം എനിക്ക് 74 വയസ്സാകും. If it is the will of God, if I am alive, I will definitely come back again.
ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഞാൻ ജീവനോടെ ഇരുന്നാൽ തീർച്ചയായും ഞാൻ തിരികെ വരും. So far, so forth, I have run my race to my satisfaction. ഇതുവരെയും ഞാൻ എന്റെ ഓട്ടം എനിക്ക് തൃപ്തികരമായ വിധത്തിൽ ഓടി. Now on till the coming of Lord Jesus Christ, if it is His will, I should be to His satisfaction, run and fulfill my race. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ കർത്താവിന്റെ വരവ് വരെയും അവന്റെ തൃപ്തി പ്രകാരം ഓടി തന്നെ കാണണം. This will definitely work out with your prayers and with your prayers. With your prayers it will work out. നിങ്ങളുടെ പ്രാർത്ഥനയാൽ തീർച്ചയായും അത് സാധിക്കും. With my elders' blessings it will definitely work out. എന്റെ മൂത്തവരുടെ അനുഗ്രഹങ്ങളാൽ തീർച്ചയായും അത് സാധിക്കും. With my Lord's blessings it will definitely work out. ദൈവത്തിന്റെ കൃപയാൽ തീർച്ചയായും അത് സാധിക്കും. May the grace of Jesus Christ be with all of us. ദൈവത്തിന്റെ കൃപ, യേശുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. With all fullness to hopes that will meet again, I praise the God. നിങ്ങളെല്ലാം കാണുവാനിടയായതിൽ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you.